തുറക്കണേ, ആത്മാവിൻ ശക്തി നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനേ യേശുവേ, ഹല്ലേലൂയ മാറാനാഥാ, ഹല്ലേലൂയ മാറാനാഥാ. Come, Lord Jesus. യേശുവേ സ്തോത്രം, യേശുവേ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ദൈവമായ കർത്താവ് വലിയൊരു കാര്യം വാഗ്ദാനം നൽകിയിരിക്കുകയാണ്. ഇവിടെ കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ, ഇവിടെ വേദനയോടെ വചനം കേൾക്കുന്നവർ, ഇവിടെ കഷ്ടതയോടെ ജീവിക്കുന്നവർ, എൻ്റെ കർത്താവായ യേശുവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി സാക്ഷിയാകാൻ വേണ്ടി ഞാൻ അപമാനം സഹിക്കുന്നു, ഞാൻ നിന്ദനം സഹിക്കുന്നു, ഞാൻ വേദന സഹിക്കുന്നു. ഇന്ന് ഇവിടെ എൻ്റെ യേശുവിൻ്റെ സാക്ഷിയാകാൻ വേണ്ടി എല്ലാവരും ചവിട്ടി മതിക്കപ്പെടുന്നു. ഞാൻ ഇന്ന് രോഗിയാണെങ്കിലും, ഞാൻ ഇന്ന് ക്ഷീണത്തിലിരിക്കുകയാണെങ്കിലും എൻ്റെ യേശുവിൻ്റെ സാക്ഷിയാകാൻ വേണ്ടി സത്യസന്ധതയോടെ, വിശുദ്ധിയോടെ, ആത്മശരീര നൈർമല്യങ്ങളോടെ ജീവിക്കാൻ വേണ്ടി ഞാൻ ഇന്ന് കഷ്ടപ്പെടുകയാണ്. അങ്ങനത്തെ അനുഭവത്തിൽ ജീവിക്കുന്നവരെ കുറിച്ച് കർത്താവ് പറയുകയാണ്, വിത്ത് ചുമന്നുകൊണ്ട് വിലാപത്തോടെ വിതയ്ക്കാൻ പോകുന്നവർ. ഇന്ന് ഒരുപാട് പേര് വിലാപത്തോടെ വിതയ്ക്കുന്ന കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്. വിശുദ്ധിക്ക് വേണ്ടി വിതയ്ക്കുന്നവർ, നിത്യജീവന് വേണ്ടി വിതയ്ക്കുന്നവർ, സ്വർഗരാജ്യത്തിന് വേണ്ടി വിതയ്ക്കുന്നവർ. നമുക്ക് ഒരു നിയോഗം സ്വർഗം നൽകിയിരിക്കുകയാണ്. ദൈവരാജ്യത്തിന് വേണ്ടി വിതയ്ക്കാനുള്ള നിയോഗം, സ്വർഗരാജ്യത്തിന് വേണ്ടി, നിത്യജീവന് വേണ്ടി, അവനവൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി വിതയ്ക്കാനുള്ള ഒരു നിയോഗം കർത്താവ് നമുക്ക് നൽകിയിരിക്കുകയാണ്. ദൈവം പറയാണ്, നിങ്ങൾ വിലാപത്തോടെ വിതയ്ക്കണം, കഷ്ടതയോടെ വിതയ്ക്കണം, സങ്കടം സഹിച്ച്, വേദന സഹിച്ച്, അപമാനം സഹിച്ച്, നിന്ദനം സഹിച്ച് നിങ്ങൾ വിതയ്ക്കണം. അങ്ങനെ നിങ്ങൾ നിന്ദനം സഹിച്ച് വിലാപത്തോടും വേദനയോടും കണ്ണുനീരോടും കഷ്ടതയോടും സഹനത്തോടും കൂടെ ഈ ഭൂമിയിൽ ഈ ജീവിതകാലത്ത് വിതച്ചാൽ ദൈവവചനം പഠിപ്പിക്കുകയാണ്, നിങ്ങൾക്ക് കറ്റ ചുമന്നുകൊണ്ട് ആഹ്ലാദത്തോടെ വീട്ടിലേക്ക് പോകാം, ആഹ്ലാദത്തോടെ വീട്ടിലേക്ക് കരയേറുന്നൊരു ദിവസമുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറ്റൊരു വാക്കി പറഞ്ഞാൽ, നമ്മുടെ ഇവിടുത്തെ ഈ താൽക്കാലിക ഷെഡ്, ഈ ഭൂമിയിലുള്ള ഈ കൂടാരത്തിന്, നമ്മുടെ വീടിനും നമ്മുടെ ഇവിടുത്തെ കാര്യത്തിന് ഞാൻ ഇട്ടിരിക്കുന്ന പേരാണ് വെള്ളരിത്തോട്ടത്തിലെ കാവൽ മാടം. പണ്ടൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. ഈ കൃഷിത്തോട്ടത്തിൽ കൃഷി ഇറക്കിയ കൃഷിക്കാർ പോയി അവിടെ പോയി കൂടാരം കെട്ടി, ഒരു മാടം കെട്ടി അവിടെ താമസിക്കും. പന്നി വരാതെയും പക്ഷി വരാതെയും കൃഷിക്ക് നാശം വരുന്ന ഉപദ്രവങ്ങളൊന്നും വരാതെ കൃഷി നോക്കി അവർ കൃഷിയുടെ ഇടയിൽ താമസിക്കും. ഹല്ലേലൂയ. അതൊരു താൽക്കാലിക മാടാണ്. അവർക്ക് ശരിക്കും വേറെ വീടുണ്ട്. ഇപ്പോൾ അവർ കൃഷിഭൂമി വന്ന് താൽക്കാലികമായൊരു കുടിൽ കെട്ടി ആ കുടിലിൽ താമസിക്കും കൃഷിക്കാർ. അപ്പോൾ ആ കുടിൽ വലിയ എയർ കണ്ടീഷൻ ചെയ്യാനും വലിയ ഫർണിഷ് ചെയ്യാനൊന്നും പോവില്ല, കാരണം നല്ല വീട് വേറെയുണ്ട്. അതുപോലെ ഈ ഭൂമിയിലുള്ള നമ്മുടെ ജീവിതം താൽക്കാലിക വാസമാണ്. ഈ ഭൂമിയിലുള്ള നമ്മുടെ വീട് താൽക്കാലിക കൂടാരമാണ്. ഈ താൽക്കാലിക കൂടാരത്തിൽ നമ്മൾ അധ്വാനിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്, പണിയെടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഈ താൽക്കാലിക കൂടാരത്തിൽ നമ്മൾ ഇരിക്കുമ്പോൾ, ഈ താൽക്കാലിക വാസകാലത്ത് ഈ ഭൂമിയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മൾ പണിയെടുക്കാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. വിലാപത്തോടെ വിതയ്ക്കാൻ വേണ്ടി വന്നിരിക്കുന്നവരാണ്. ഇവിടെ നമ്മൾ എല്ലാം ഫർണിഷ് ചെയ്ത് അങ്ങനെ ഇതാണ് നിത്യകൂടാരെന്ന് ചിന്തിക്കരുത്. ഇത് നമ്മൾ പണിയെടുക്കാൻ വേണ്ടി വന്നിരിക്കുന്ന സ്ഥലമാണ്. ഇവിടെ നമ്മൾ നിത്യകാലത്തേക്ക് വേണ്ടി എല്ലാം ശേഖരിക്കാനും ഒരുക്കാനും വേണ്ടി നിയോഗിക്കപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ഇവിടെ നമ്മൾ വിലാപത്തോടെ വിതച്ചാൽ, ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവം നമുക്ക് വാക്ക് നൽകിയിരിക്കുകയാണ്, കറ്റ ചുമന്നുകൊണ്ട് ആഹ്ലാദത്തോടെ വീട്ടിലേക്ക് കയറാം. നമ്മുടെ ജീവിതത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ ഇവിടുന്ന് ഒരു മാറ്റം എനിക്ക് നിങ്ങൾക്കും അനിവാര്യമായി ഉണ്ടാകുമെന്ന് വിശുദ്ധ ലിഖിതം പഠിപ്പിക്കുകയാണ്. ഒരു മാറ്റം, ഒരു കടന്നുപോക്ക് എനിക്ക് നിങ്ങൾക്കുണ്ടാവും. ആ കടന്നുപോക്കിൻ്റെ കാലഘട്ടത്തിൽ ചിലരുടെ മുഖം ഇങ്ങനെ പ്രസാദിച്ചിങ്ങനെ ഇരിക്കും. ഈ ലൈറ്റ് അങ്ങോട്ട് തിരിച്ചു വെച്ചാൽ എങ്ങനെയാണ് അതുപോലെ ഇങ്ങനെ തെളിഞ്ഞിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 1000 വാട്ട്സ് ലൈറ്റ് ഇങ്ങനെ തെളിഞ്ഞങ്ങനെ അതുപോലെ തെളിഞ്ഞു നിൽക്കും മുഖം. എന്തായിരിക്കും ആ ചിരി? എന്നാൽ വേറെ ചിലരുടെ മുഖത്തെക്കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. വിലാപത്തോടെ വിതയ്ക്കാതെ സുഖമായിട്ട് ഇവിടെ തിന്നും കുടിച്ചും മതിച്ചും നടന്ന ആളുകള്, ജഡത്തിന്റെ വെറിക്കൂത്തുകളിൽ മുഴുകി നടന്ന ആളുകള് അന്ന് കടന്നുപോക്കിന്റെ കാലത്ത് എങ്ങനെ ഇരിക്കുമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. അതാണ് മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ 13-ാം അധ്യായം 40, 41, 42, 43 തിരുലിഖിതങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. മനുഷ്യപുത്രൻ തൻ്റെ ദൂതന്മാരെ അയക്കുകയും അവർ അവൻ്റെ രാജ്യത്ത് നിന്ന് എല്ലാ പാപഹേതുക്കളെയും
തിന്മ പ്രവർത്തിക്കുന്നവരെയും ഒരുമിച്ച് കൂട്ടി അഗ്നികുണ്ഡത്തിലേക്ക് എറിയുകയും ചെയ്യും. അവിടെ വലിയ വിലാപവും പല്ലുകടിയും ഉണ്ടായിരിക്കും. എന്നാൽ നീതിമാന്മാർ തങ്ങളുടെ പിതാവിൻ്റെ രാജ്യത്ത് സൂര്യനെ പോലെ ശോഭിക്കും. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. യേശു പഠിപ്പിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ലോക ജീവിതത്തിന് ശേഷം ഒരു ജീവിതം നമുക്കുണ്ട്. നമ്മുടെ എല്ലാ ജീവിതാനുഭവങ്ങളും ആ ജീവിതത്തോട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. ഇവിടെ സുഖിക്കുന്നവർക്ക് ദുരിതം, നാളെ കരയേണ്ടി വരും. ഇപ്പോൾ ചിരിക്കുന്നവരെ നിങ്ങൾക്ക് ദുരിതം, എന്തെന്നാൽ നിങ്ങൾ കരയും. ഇപ്പോൾ കരയുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ നിങ്ങൾ ചിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ചിരി കരച്ചിലായും നിങ്ങളുടെ സന്തോഷം വിലാപമായും മാറട്ടെ. ദൈവവചനം പഠിപ്പിക്കുകയാണ്. അതിലൊരു കാര്യമില്ലാതെ പഠിപ്പിക്കില്ല. ഇപ്പൊ ഇങ്ങനെ തിന്നും കുടിച്ചും മതിച്ചും ഈ ശരീരത്തിന്റെ ആവശ്യങ്ങൾ മാത്രം ചിന്തിച്ച് അതിന്റെ ആവശ്യങ്ങളൊക്കെ നിവൃത്തിയായാൽ അങ്ങനെ ചിരിച്ചും കളിച്ചും നടക്കുകയാണെങ്കിൽ, തീറ്റയും കുടിയുമാണ് നിങ്ങളുടെ ദൈവരാജ്യമെങ്കിൽ, ഈ ലോകത്തിലെ സുഖമാണ് നിങ്ങളുടെ ദൈവരാജ്യമെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവവചനം പഠിപ്പിക്കുകയാണ്, ഇപ്പോൾ ചിരിക്കുന്നവരെ നിങ്ങൾക്ക് ദുരിതം, നിങ്ങൾ കരയും. നിങ്ങളുടെ ചിരി കരച്ചിലായും നിങ്ങളുടെ സന്തോഷം വിലാപമായും മാറട്ടെ എന്ന് തിരുലിഖിതം പഠിപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാട് ലഭിച്ചാൽ ഈ വചനത്തിന്റെ അർത്ഥം മനസ്സിലാവുള്ളൂ. ബൈബിൾ പഠിപ്പിക്കുകയാണ്, അപ്പോൾ നീതിമാന്മാർ തങ്ങളുടെ പിതാവിൻ്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രശോഭിക്കും. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഈ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാതെ, ഈ ജീവിതത്തിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാതെ, സ്വർഗത്തെക്കുറിച്ച് ചിന്തിക്കാതെ തന്നിഷ്ടപ്രകാരം ജീവിക്കുന്ന ആളുകളുണ്ട്. ഇപ്പം ഈ കാര്യം എങ്ങനെയായാലും നടക്കട്ടെ, ഇപ്പം ഈ പ്രശ്നങ്ങൾ തീരട്ടെ, അത് കൈക്കൂലി കൊടുത്താണെങ്കിലും കുഴപ്പമില്ല, അത് മറ്റുള്ളവരെ വെട്ടിപ്പിടിച്ചാണെങ്കിലും കുഴപ്പമില്ല, മറ്റുള്ളവരെ കണ്ണുനീർ വീഴ്ത്തിയാണെങ്കിലും കുഴപ്പമില്ല, അത് അനീതി ചെയ്താലും അക്രമണം ചെയ്താണെങ്കിലും അത് എന്ത് മുഷ്ക് കാണിച്ചാണെങ്കിലും എന്ത് ചെയ്താണെങ്കിലും ഇപ്പം ഇവിടെ ഈ കാര്യം നടത്താൻ വേണ്ടി ഉത്സാഹിക്കുക. അതിനെക്കുറിച്ച് മേൽക്കീഴ് ചിന്തയില്ലാതെ ജീവിക്കുന്നവര്, അങ്ങനെയുള്ളവരെ കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുകയാണ്, കർത്താവ് തൻ്റെ ദൂതന്മാരെ അയക്കുകയും അവർ അവൻ്റെ രാജ്യത്ത് നിന്ന് എല്ലാ പാപഹേതുക്കളെയും തിന്മ പ്രവർത്തിക്കുന്നവരെയും ഒരുമിച്ച് കൂട്ടി അഗ്നികുണ്ഡത്തിലേക്ക് എറിയുകയും ചെയ്യും. അവിടെ വലിയ വിലാപവും പല്ലുകടിയുമായിരിക്കും. കളയും വിളയും തമ്മിൽ വേർതിരിക്കപ്പെടുന്നൊരു ദിവസമുണ്ട്. യുഗാന്ത്യം വരെ കളയും വിളയും ഒന്നിച്ച് വളരും എന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ടുപേർ ഒരുമിച്ചിരിക്കും. ഒരാൾ ദൈവരാജ്യത്തിൻ്റെ ആ സന്തോഷത്തിലേക്ക് എടുക്കപ്പെടുമ്പോൾ അപരൻ ഇതാ വിലാപവും പല്ലുകടിയുമുള്ള അഗ്നികുണ്ഡത്തിലേക്ക്, അഗ്നി തടാകത്തിലേക്ക് എറിയപ്പെടുന്ന ആ ഭീകരമായ അനുഭവത്തിലേക്ക് നീങ്ങേണ്ടി വരുന്ന സാഹചര്യം, ദിവസങ്ങൾ, മണിക്കൂറുകൾ, മിനിറ്റുകൾ, സെക്കൻഡുകൾ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ബൈബിളിൽ വ്യക്തമായി എനിക്ക് നിങ്ങൾക്ക് നല്ല പ്രബോധനം കർത്താവ് തന്നിട്ടുണ്ട്. ഫിലിപ്പിയർക്കുള്ള ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ 3-ാം അധ്യായത്തിൽ 20-ാമത്തെ വാക്യത്തിൽ പഠിപ്പിക്കുകയാണ്, അവർ ഭൗമികമായത് മാത്രം ചിന്തിക്കുന്നു, എന്നാൽ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അവിടെ നിന്ന് രക്ഷകനെ, കർത്താവായ യേശു ക്രിസ്തുവിനെ നാം കാത്തിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. ഇവിടെയുള്ളത് താൽക്കാലിക പൗരത്വം. ഈ രാജ്യത്തിന്റെ നിയമങ്ങൾ താൽക്കാലിക നിയമങ്ങൾ. നമ്മുടെ നിയമം സ്വർഗരാജ്യത്തിന്റെ നിയമമാണ്. നമ്മുടെ നിയമം, നമ്മുടെ പൗരത്വം സ്വർഗത്തിന്റെ പൗരത്വമാണ്. നമ്മുടെ പൗരത്വം, നമ്മുടെ വീട് സ്വർഗത്തിലാണ്. അവിടെയാണ് നിത്യമായ നമ്മുടെ വസതി, അവിടെയാണ് നിത്യമായ നമ്മുടെ ജീവിതം, അവിടെയാണ് നമുക്കായി നിത്യകൂടാരങ്ങൾ ഒരുക്കപ്പെടുന്നത്. ആ നിത്യകൂടാരത്തിന് വേണ്ടി ഞാൻ നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? സ്വർഗത്തിലുള്ള ജീവിതത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 20-ാം വാക്യത്തിൽ വചനത്തിലൂടെ അപ്പോസ്തലൻ പഠിപ്പിക്കുകയാണ്, ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമല്ല, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. ഓരോ ദിവസവും, ഓരോ മണിക്കൂറും, ഓരോ മിനിറ്റിലും, ഓരോ സെക്കൻഡിലും ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിനെ ഗ്രസിക്കണം. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അവിടെ നിന്ന് ഒരു രക്ഷകനെ, കർത്താവായ യേശു ക്രിസ്തുവിനെ നാം കാത്തിരിക്കുകയും ചെയ്യുന്നു. പൗലോസ്ലീഹ ഈ ലേഖനം എഴുതുന്നത് ഫിലിപ്പിയിലുള്ള തൻ്റെ വിശ്വാസികൾക്കാണ്. ഫിലിപ്പിയരുടെ ഒരു പ്രത്യേകത, അന്ന് ഫിലിപ്പിയർ റോമൻ സാമ്രാജ്യത്തിൻ്റെ കീഴിൽപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ റോമൻ പൗരത്വം അവർക്ക് ചിലർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ
ഈ റോമൻ പൗരത്വം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർ ചിലർ ചെയ്തിരുന്നത്, അവർ ഫിലിപ്പിയിലാണ് ജീവിക്കുന്നതെങ്കിലും റോമാക്കാർ നടക്കണ പോലെ നടക്കാൻ തുടങ്ങി. റോമാക്കാർ ഇടുന്ന ചെരുപ്പിടുക, റോമാക്കാർ ധരിക്കുന്ന ഡ്രസ്സ് ധരിക്കുക, റോമാക്കാർ വെക്കണ തൊപ്പിയിടുക, റോമാക്കാർ വെക്കണ കണ്ണട വെക്കുക, റോമാക്കാരുടെ പൊട്ട് കൊണ്ടുവന്ന് ഇടുക, റോമാക്കാരുടെ വസ്ത്ര രീതികൾ, റോമാക്കാരുടെ ഭക്ഷണ രീതി, റോമാക്കാരുടെ സ്പൂണ് പോർക്കും. അവരുടെ ജീവിതം, അവരുടെ വീടും, അവരുടെ അപ്പനമ്മമാരൊക്കെ ഫിലിപ്പിയിലാണെങ്കിലും ഈ ഫിലിപ്പിയിലുള്ള അവർ റോമാ പട്ടണത്തിലുള്ള റോമാക്കാരുടെ പൗരത്വം കിട്ടിയപ്പം റോമാക്കാർ നടക്കണ പോലെ നടക്കാനും, റോമാക്കാരുടെ തിന്നണ പോലെ തിന്നാനും, റോമാക്കാർ ശ്വസിക്കണ പോലെ അല്ല പുക വലിക്കണ പുക വലിക്കാനും ഒക്കെ തുടങ്ങി. ഈ ഒരു അവസരത്തിലാണ് പൗലോസ് ഒരു ഉപദേശം കൊടുക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഇങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യണത് നല്ലത് തന്നെ, സാരമില്ല, ക്ഷമിക്കാം. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ റോമൻ പൗരത്വം എന്ന് പറഞ്ഞാൽ എന്താ പൗരത്വം? നമ്മുടെ യഥാർത്ഥ പൗരത്വം സ്വർഗത്തിലാണ്. അപ്പൊ സ്വർഗരാജ്യത്തിൽ സ്വർഗത്തിലെ പിതാവിന്റെ മക്കളെന്ന പോലെ നമ്മൾ വിശുദ്ധി ജീവിക്കണം. എൻ്റെ സ്വർഗസ്വനായ പിതാവ് ചിന്തിക്കുന്ന പോലെ ഞാൻ ചിന്തിക്കണം. എൻ്റെ സ്വർഗസ്വനായ പിതാവ് കരുണ കാണിക്കുന്ന പോലെ ഞാൻ കരുണ കാണിക്കണം. എൻ്റെ സ്വർഗസ്വനായ പിതാവ് ഉദാഹരണമായിരിക്കുന്ന പോലെ ഞാൻ ഉദാഹരണമായിരിക്കണം. എൻ്റെ സ്വർഗസ്വനായ പിതാവ് സ്നേഹിക്കുന്ന പോലെ ഞാനും സ്നേഹിക്കണം. എൻ്റെ സ്വർഗസ്വനായ പിതാവ് ക്ഷമിക്കുന്ന പോലെ ഞാനും ക്ഷമിക്കണം. എന്തിനു വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യണത്? ആ രാജ്യത്തിൻ്റെ പൗരത്വം നമുക്കുള്ളത് കൊണ്ട് സ്വർഗരാജ്യത്തിൻ്റെ പൗരൻ എന്ന നിലയ്ക്ക് എൻ്റെ സ്വർഗസ്വനായ പിതാവിൻ്റെ സ്വഭാവങ്ങളെല്ലാം ഇങ്ങനെ വരും. നമ്മുടെ ലക്ഷ്യം സ്വർഗത്തിലെ പൗരൻ നിലയിൽ സ്വർഗരാജ്യത്തിൽ സമ്പത്തുണ്ടാകണം, സ്വർഗരാജ്യത്തിൽ നിക്ഷേപം ഉണ്ടാകണം. സ്വർഗരാജ്യത്തിൽ നിക്ഷേപം ഉണ്ടാകാൻ വേണ്ടി അധ്വാനിക്കാൻ വേണ്ടിയാണ് ഈ ഭൂമി നമ്മൾ ജീവിക്കുന്നത്. വീണ്ടും ഹെബ്രായ ലേഖനത്തിൽ 13-ാം അധ്യായത്തിൽ വചനം പഠിപ്പിക്കുകയാണ്. ഹെബ്രായ 13:14, എന്തെന്നാൽ ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ല, വരാനിരിക്കുന്ന ഒരു നഗരത്തെയാണല്ലോ നാം നോക്കി പാർത്തിരിക്കുന്നത്. സത്യം ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, ആത്മാർത്ഥമായ ഉത്തരം പറയണം. സത്യത്തിൽ നിങ്ങൾ എന്തെങ്കിലും മരണത്തിന് ശേഷം പ്രതീക്ഷിക്കണുണ്ടോ? ഈ ഭൂമി വിട്ടു പോകണം, അതും എന്തെങ്കിലും പേര് കൊടുത്തോ? മരണമെന്നോ കടന്നു പോകലെന്നോ എന്തെങ്കിലും പേര് കൊടുത്തോ? എന്തായാലും ശരി, എല്ലാ മനുഷ്യരും, അച്ഛനായാലും ശരി, ആരായാലും ശരി, എല്ലാ മനുഷ്യരും ഈ ഭൂമി വിട്ടു പോയേ പറ്റൂ. ഇവിടെ നമുക്ക് നിത്യമായി ജീവിക്കാൻ പറ്റില്ല. ഇത് അനശ്വരമല്ല, ഇത് നശ്വരമാണ്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെല്ലാം നശിക്കും. ഇന്നല്ലെങ്കിൽ നാളെ ഈ ഭൂമിയും സൂര്യനും ചന്ദ്രനും എല്ലാം നശിച്ചേ മതിയാവൂ. കാരണം ഇത് അനശ്വരങ്ങളല്ല, ഇത് നശ്വരങ്ങളാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ ഈ ശരീരവും നമ്മുടെ ഈ ഭൂമിയും സൂര്യനും ചന്ദ്രനും എല്ലാം ഇന്നല്ലെങ്കിൽ നാളെ മരിക്കും, നശിക്കും. പ്രൈസ് ദി ലോർഡ്. കാരണം അപ്പം നശ്വരങ്ങളാണ്. അങ്ങനെ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഈ ഭൂമി വിട്ട് കടന്നു പോകുമ്പം നമുക്ക് മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. അത് നമ്മുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ രാജ്യത്ത് ഉള്ള ജീവിതമാണ്. സ്വർഗസ്ഥനായ പിതാവിൻ്റെ രാജ്യത്ത് ഞാനും നിങ്ങൾ ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് ആത്മശരീര നൈർമല്യങ്ങളോടെ ജീവിച്ചാൽ, അങ്ങനെയുള്ള വ്യക്തികൾ മരിച്ചു കഴിഞ്ഞാൽ പിതാവിൻ്റെ രാജ്യത്ത് സൂര്യനെ പോലെ പ്രശോഭിക്കും. പിന്നെ അവിടെ വിളക്കില്ല. നമ്മുടെ ശരീരം തന്നെ സൂര്യനെ പോലെ ഈ ലൈറ്റൊക്കെ ഇങ്ങനെ കത്തി നിൽക്കണ പോലെ ചുമ്മാ നമ്മുടെ ലൈറ്റ് ഇങ്ങനെ പ്രകാശം. നന്ന് നീതിമാന്മാർ പിതാവിൻ്റെ രാജ്യത്ത് സൂര്യനെ പോലെ പ്രശോഭിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാ ഹെബ്രായ ലേഖനം 13-ാം അധ്യായം അതിൽ 14-ാം വാക്യത്തിൽ പഠിപ്പിക്കുകയാണ്, ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരങ്ങളില്ല, വരാനിരിക്കുന്ന ഒരു നഗരത്തെയാണല്ലോ നാം നോക്കി പാർത്തിരിക്കുന്നത്. അങ്ങനെ വരാനിരിക്കുന്ന ഒരു നഗരത്തെക്കുറിച്ച് പ്രതീക്ഷയുണ്ടെങ്കിൽ മരിച്ചതിന് ശേഷം ഒരു ജീവിതമുണ്ടെന്നും, ഇവിടെ നമ്മൾ ഈ ജീവിതകാലത്ത് സഹിക്കുന്ന, ഈ ജീവിതകാലത്ത് ചെയ്യുന്ന പ്രവൃത്തികൾക്കനുസരിച്ചും സഹിക്കുന്ന സഹനത്തിനനുസരിച്ചും കാണിക്കുന്ന മനോഭാവത്തിനനുസരിച്ചുമാണ് സ്വർഗത്തിലുള്ള പ്രതിഫലമെന്ന് ഞാനും നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ എത്രയോ ശുഷ്കാന്തിയോടെ നമ്മൾ സഹിക്കും, എത്ര ശുഷ്കാന്തിയോടെ നമ്മൾ കർത്താവിനെ ശുശ്രൂഷ ചെയ്യും, എത്ര ശുഷ്കാന്തിയോടെ നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കുമായിരുന്നു. എന്നാൽ ഇന്ന് അനേകർക്ക് ഈ കാര്യത്തെക്കുറിച്ച് ഒരു പരിജ്ഞാനം കിട്ടാതിരിക്കാൻ തക്കവണ്ണം അന്ധകാര ശക്തികൾ ഒരു മൂടുപടമിട്ടിരിക്കുകയാണ്. അവർക്ക് ഒരു നിശ്ചിത കാര്യത്തെക്കാൾ കൂടുതൽ കടന്ന് ചിന്തിക്കാൻ, മരണത്തിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് കടന്ന് ചിന്തിക്കാൻ കഴിയുന്നില്ലല്ലോ. ഹല്ലേലൂയ. ഒരു സ്നേഹിതൻ ഒരു ദിവസം എന്നോട് വന്നിട്ട് പറയാ, എൻ്റെ ഇനി അച്ഛൻ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിച്ചോളാം. അച്ഛൻ എന്നോട് പറയുകയാണ്, വാൽപ്പാറയിൽ പോയി സുവിശേഷം പ്രസംഗിച്ച് പറഞ്ഞാൽ ഞാൻ റെഡി, ഞാൻ കഷ്ടപ്പാട് സഹിച്ച് എനിക്കൊരു പ്രതിഫലം വേണ്ട, ഞാൻ വാൽപ്പാറയിൽ പോയി സുവിശേഷം പ്രസംഗിച്ചോളാം. അച്ഛനോട് പറയാണ്, ആ ഹിമാലയത്തിൻ്റെ മുകളിൽ പോയി സുവിശേഷം പ്രസംഗിച്ച് പറഞ്ഞാൽ ഒരു പ്രതിഫലം ഇല്ലാതെ ഞാൻ പോയി ഹിമാലയത്തിൻ്റെ മുകളിൽ സുവിശേഷം പ്രസംഗിച്ചോളാം. അച്ഛൻ അങ്ങനെ ഞാൻ തീരുമാനം എടുത്തു എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്താ കാരണം എന്ന് ചോദിച്ചു. അപ്പോഴാണ് അദ്ദേഹം പറയുകയാണ്, എൻ്റെ അച്ഛാ, ഞാൻ 2 ദിവസം മുമ്പ്
രാത്രിക്ക് കടന്നപ്പോൾ ഒരു 12 മണിയായപ്പം ശരീരം മൊത്തം അങ്ങോട്ട് വേർത്തൊരു ചങ്കെല്ലാം കൂടെ പൊട്ടിപ്പോണ വേദന. മനസ്സിലായി മരണം തൊട്ടടുത്തെത്തി. അപ്പം അദ്ദേഹം കാണുകയാണ് വലിയ തീ നരകങ്ങളെല്ലാം കൂടെ കാണുകയാണ്. ഇങ്ങനെ ഭീകരമായ രംഗങ്ങളെല്ലാം അപ്പം അദ്ദേഹത്തിന് മനസ്സിലായി, കംപ്ലീറ്റ് പിടിവിട്ടു എന്ന് മനസ്സിലായി. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരുപാട് അഗ്നി താഴ്വരകൾ, ഇങ്ങനെ അഗ്നിയുടെ ഭയങ്കര നോക്കത്താത്ത ദൂരം അഗ്നി, തീ തടാകം ഇങ്ങനെ കാണുകയാണ്. പിന്നെ അത് കഴിഞ്ഞ് അപ്പുറത്ത് കുറേ പേര്, കുറച്ച് കഴിഞ്ഞ് വേറൊരു ഭാഗം കണ്ടു. ഇങ്ങനെ പല കാര്യങ്ങൾ ഇദ്ദേഹം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹം അവിടെ കടന്ന് പറഞ്ഞ്, ദൈവമേ ഇതിലേതിലായിരിക്കും ഞാൻ ചെന്ന് വീഴുക? എൻ്റെ ജീവിതത്തിൽ എന്ത് നീക്കുവാക്കിയുണ്ട്? മരിക്കാൻ പോവാണ്. രാത്രി 1 മണി 2 മണി, ആരെയും വിളിക്കാൻ, തൊട്ടടുത്തുള്ള മുറി കിടക്കുന്ന ആളെ വിളിക്കാൻ പറ്റണില്ല. മൊബൈൽ ഫോൺ തൊട്ടടുത്തുണ്ട്, റിങ് ചെയ്യാൻ പറ്റില്ല. കാര്യം നല്ല വിലപിടിപ്പുള്ള മൊബൈൽ ഫോണാണ്, അവിടെ ഇരിക്കുകയുള്ളൂ. ഹല്ലേലൂയ. 3G ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, 3G എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുകയുള്ളൂ. നമ്മുടെ ജീവനാണ് പോണത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതെല്ലാം അങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ചിന്തിക്കുകയാണ്, ഞാൻ ഈ 3G വാങ്ങുന്ന സമയത്ത്, 3G എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു മൊബൈൽ ഫോണാണെന്ന് തോന്നണേ. എന്നാൽ ഞാൻ ആ സമയത്ത് സ്വർഗത്തിൽ പ്രതിഫലം ഉണ്ടാകാൻ വേണ്ടി അധ്വാനിക്കാറുണ്ടെങ്കിൽ എത്രയും നല്ലതായിരുന്നു. എനിക്ക് സ്വർഗത്തിൽ പ്രതിഫലമൊന്നും ഇല്ലല്ലോ. പെട്ടെന്ന് അട്ടപ്പാടിയുള്ള ഒരു സുവിശേഷ പ്രഘോഷണം അദ്ദേഹത്തിന് ഓർമ്മ വന്നു. നിങ്ങൾ ഈ ജീവിതകാലത്ത് ഇത്തിരി കഷ്ടപ്പെട്ടാലും അപമാനം സഹിച്ചാലും കർത്താവായ യേശുവിന് വേണ്ടി പോകണം, സാക്ഷിയാകണം, നിങ്ങൾ കഷ്ടപ്പെടണം, അപമാനം നിതരണം സഹിക്കണം, അപ്പോൾ സ്വർഗത്തിൽ പ്രതിഫലം ഉണ്ടാവും എന്നുള്ള സ്വരം അങ്ങനെ മുഴക്കി കേൾക്കുകയാണ്. ഉടനെ അദ്ദേഹം ഒരു തീരുമാനം എടുത്തു. അദ്ദേഹം പറഞ്ഞു, ഇനി എനിക്കൊരു ജീവിതം കിട്ടിയാൽ, അദ്ദേഹം മരിക്കുന്നു ഉറപ്പായി. അപ്പോൾ അദ്ദേഹം പറയും, ഇനി ഒരു ജീവിതം കിട്ടിയാൽ ഞാൻ എൻ്റെ കർത്താവായ യേശുവിന് വേണ്ടി വിശുദ്ധമായി ജീവിക്കും. ഞാൻ ഇനി ഒരു പാപം ചെയ്യുകയില്ല. ഇനി ഞാൻ എങ്ങനെയെങ്കിലും ഒരു ദിവസം കിട്ടിയ സ്വർഗത്തിൽ 4 സമ്പാദ്യം ഉണ്ടാകാൻ വേണ്ടി, സ്വർഗത്തിന് വേണ്ടി ജീവിക്കും, സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകാൻ വേണ്ടി ജീവിക്കും. അദ്ദേഹം മനസ്സിൽ തീരുമാനം എടുക്കുകയാണ്. ഹല്ലേലൂയ. എന്തായാലും ശരി, ആള് മരിച്ചില്ല. ആളങ്ങനെ കഠിനമായ മണിക്കൂറുകൾ കടന്നുപോയി. അദ്ദേഹം പിന്നെ മാസങ്ങളോളം അദ്ദേഹം ടെൻഷനിലായിരുന്നു, ഭയങ്കരമായൊരു പരിഭ്രാന്തിയിലായിരുന്നു. പിന്നെ പല ചികിത്സകൾ കഴിഞ്ഞിട്ടാണ് ശരിക്കും ഇപ്പോഴത്തെ പോലെ നമ്മുടെ പോലെ ഒരു നോർമൽ സ്റ്റേറ്റ്. അദ്ദേഹത്തിന് നിത്യരാജ്യത്തെക്കുറിച്ച് ബോധ്യം, സ്വർഗത്തിൽ പ്രതിഫലം ഉണ്ടാകാൻ വേണ്ടി അധ്വാനിക്കുന്നതിനെക്കുറിച്ച് അദ്ദേഹം തിരിച്ചറിവ് പ്രാപിച്ചു. ഹല്ലേലൂയ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇന്ന് അദ്ദേഹം കാണുന്നത്, അദ്ദേഹം പ്രാർത്ഥനയ്ക്ക് വില കൊടുക്കുന്നു, ഉപവാസത്തിന് വില കൊടുക്കുന്നു, കർത്താവിൻ്റെ വചനം വായിക്കാൻ വില കൊടുക്കുന്നു, ദൈവത്തിന് മുമ്പിൽ മുട്ടുകുത്താൻ വില കൊടുക്കുന്നു. എങ്ങനെ ഈ ഭൂമിയിൽ സ്വർഗത്തിൽ പ്രതിഫലമുള്ള ഒരു വ്യക്തിയായി ജീവിക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹം മെയിനായിട്ട് ചിന്തിക്കുന്നത്. എങ്ങനെ മറ്റുള്ളവരെ കയ്യടി നേടാം, എങ്ങനെ സൽപ്പേര് നേടാം, എങ്ങനെ ഖ്യാതി വർദ്ധിപ്പിക്കാം, ഇതൊന്നുമല്ല അദ്ദേഹം മെയിനായിട്ട് ചിന്തിക്കുന്നത്. എങ്ങനെ എൻ്റെ കർത്താവിൻ്റെ സന്നിധി പ്രതിഫലം ഉണ്ടാകാം, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പ്രതിഫലം വേണം, അതിന് എങ്ങനെ ഒതുങ്ങി ജീവിക്കാൻ പറ്റും എന്നാണ് ഇപ്പോൾ അദ്ദേഹം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഉറക്കെ പറ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വർഗത്തെക്കുറിച്ച് ഒരു ലക്ഷ്യം എനിക്ക് നിങ്ങൾക്കുണ്ടെങ്കിൽ, സ്വർഗത്തെക്കുറിച്ച് ഒരു ചെറിയ ചിന്ത എനിക്ക് നിങ്ങൾക്കുണ്ടെങ്കിൽ, ഈ മരണശേഷം ഈ ഭൂമി നമ്മൾ ദുർമാതൃകയൊന്നും കൊടുക്കാതെ നന്നായി വിശുദ്ധമായി ജീവിച്ചാൽ മരിക്കുമ്പോൾ അതിന് തക്ക പ്രതിഫലം സ്വർഗത്തിൽ എൻ്റെ പിതാവിൻ്റെ അരികിൽ എനിക്കുണ്ട് എന്നൊരു തിരിച്ചറിവ് ഹൃദയത്തിൽ തട്ടുന്ന വിധം നമുക്ക് ലഭിച്ചാൽ, പിന്നെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ എന്ത് കഷ്ടത വന്നാലും ശരി പാപം ചെയ്യാൻ തോന്നില്ല. നമുക്കിന്ന് പാപം ചെയ്യാൻ മടിയില്ലാത്തതിൻ്റെ ഒരു കാരണം സ്വർഗത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടില്ല. മരിച്ചതിന് ശേഷം എനിക്ക് പിതാവിൻ്റെ സന്നിധി നിത്യജീവൻ ഉണ്ടെന്നും നിത്യമായൊരു ജീവിതം ഉണ്ടെന്നും അവിടെ എനിക്കൊരു വീടുണ്ടെന്നും ഞാനിവിടെ ചെയ്യുന്ന നല്ല പ്രവർത്തികൾക്കനുസരിച്ച്, ഞാനിവിടെ ചെയ്യുന്ന വിശുദ്ധമായ ജീവിതത്തിനനുസരിച്ചാണ് സ്വർഗത്തിൽ എൻ്റെ പ്രതിഫലം കൂടുകയോ കുറയുകയോ ചെയ്യുന്നതെന്നും ഞാനും നിങ്ങളും മനസ്സിലാക്കുകയാണെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ ആ ഒരു തിരിച്ചറിവ് കിട്ടിയാൽ ഓരോ ദിവസവും എൻ്റെ മുഖ്യ ചിന്ത സ്വർഗത്തിൽ എത്ര പ്രതിഫലം കൂടിയിട്ടുണ്ടാവും എന്നായിരിക്കും. ഞാനൊരു ഉദാഹരണം കാണിച്ചു തരാം. എലയാസർ എന്ന് പറഞ്ഞാൽ 10-90 വയസ്സുള്ള ഒരു പടുക്കളവനാണ്. പടുക്കളവൻ എന്ന് പറഞ്ഞാൽ അങ്ങറ്റം പ്രായത്തിൽ കഴിഞ്ഞു, കാഴ്ച ശരിക്കും കാണാൻ പാടില്ല. അദ്ദേഹം നിസ്സാര ഒരു ഡൂക്കിലി പാർട്ടി എന്ന് വിചാരിക്കരുത്. ധാരാളം ബുദ്ധിയും കഴിവുണ്ടായിരുന്ന, ആ രാജ്യത്തെങ്ങും പേര് കേട്ട നല്ലൊരു ജ്ഞാനിയായ മനുഷ്യനായിരുന്നു എലയാസർ. മക്കബായരുടെ 2-ാം പുസ്തകത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ 18 മുതൽ 31 വാക്യങ്ങളിലാണ് ഈ രംഗം കാണുന്നത്. ഈ എലയാസർ നല്ല ജ്ഞാനി ആയതുകൊണ്ട് അദ്ദേഹത്തിന് സ്വർഗത്തെക്കുറിച്ചും ജ്ഞാനം കർത്താവ് കൊടുത്ത്, മരണത്തിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് ജ്ഞാനം കർത്താവ് കൊടുത്ത്, അങ്ങനെ അദ്ദേഹം ജീവിതത്തിൽ സ്വർഗത്തിന് 1-ാം സ്ഥാനം കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ സ്വർഗത്തിന് 1-ാം സ്ഥാനം കൊടുത്ത് ജീവിക്കുമ്പോഴാണ് അവിടെ കഠിനമായ മതവർദ്ധനം അഴിച്ചുവിട്ടത്. പേർഷ്യൻ രാജാവും അവിടെ ഉണ്ടായിരുന്ന സാമ്രാജ്യ ശക്തികളെല്ലാം
അനേകം തരത്തിൽ ഇദ്ദേഹത്തെ പീഡിപ്പിക്കാൻ തുടങ്ങി. എഴുതപ്പെട്ട വചനം ലംഘിക്കാൻ വേണ്ടി എലയാസർ എന്ന് പറഞ്ഞാൽ ഈ പ്രായമായ മനുഷ്യനെ യഹൂദന്മാരെ മുഴുവനും പീഡിപ്പിച്ചു. യഹൂദന്മാർ ഒരുപാട് പേര് അത് ഉപേക്ഷിച്ച് പോയിട്ട് അവരുടെ ആ രാജ്യത്തെ കൾച്ചർ അനുസരിച്ച് ജീവിക്കാൻ തുടങ്ങി. ആ രാജ്യത്തിന് കൾച്ചറുണ്ട്. രാജാവിനെ ആരാധിക്കുക, ബിംബങ്ങൾ ഉണ്ടാക്കുക, അങ്ങനെ പല കൾച്ചറുണ്ട്. അങ്ങനെ രാജാവിനെ ആരാധിച്ച്, ചക്രവർത്തിമാരെ ആരാധിച്ച്, ബിംബങ്ങൾക്ക് ആരാധിച്ച്, അങ്ങനെ ആ രാജ്യത്തിൻ്റെ കൾച്ചർ അനുസരിച്ച് യഹൂദന്മാർ ഒരു നല്ല ശതമാനം യഹൂദന്മാരും ജീവിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ, രാജാവിൻ്റെ കിങ്കരന്മാരുടെ ശ്രദ്ധയിൽ ഇതാ ഒരു വാർത്ത വിട്ടിരിക്കുകയാണ്. എലയാസർ എന്ന് പറയുന്ന പണ്ഡിതൻ, അദ്ദേഹം ചക്രവർത്തിയുടെ നിയമങ്ങൾ അനുസരിക്കുന്നില്ല, അദ്ദേഹം രാജ്യത്തിൻ്റെ കൾച്ചർ അനുസരിച്ച് ജീവിക്കുന്നില്ല. അപ്പോൾ ഈ രാജ്യത്തുള്ള ഒരുപാട് പേര് എലയാസറിനെ സ്നേഹിക്കുന്നവരാണ്. എലയാസറിനെ സ്നേഹിക്കുന്ന കാരണം അദ്ദേഹം നല്ലൊരു പണ്ഡിതനാണ്. അദ്ദേഹം പഠിപ്പിച്ച കുട്ടികൾ ഒരുപാട് രാജ്യത്ത് ഇപ്പോൾ ഉന്നത ഉദ്യോഗങ്ങൾ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ ചിലർ ആലോചിച്ചു എങ്ങനെ നമ്മുടെ എലയാസറിനെ രക്ഷിക്കാം. അവസാനം ആ ശിഷ്യന്മാർ ഒരു ഉപായം കണ്ടുപിടിച്ച് അവര് ചെന്ന് എലയാസറിനോട് പറഞ്ഞു, അല്ലയോ ഗുരു, അങ്ങയെ ഇതുപോലെ പീഡിപ്പിക്കുന്നത് കണ്ടു നിൽക്കാൻ ഞങ്ങൾക്ക് ശക്തിയില്ല. അതുകൊണ്ട് ഞങ്ങളൊരു ഉപായം കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താണെന്നറിയോ? ഞങ്ങൾ അങ്ങ് സാധാരണ കഴിക്കുന്ന മട്ടനോ ബീഫോ എന്തെങ്കിലും റെഡിയാക്കി ഞങ്ങൾ കൊണ്ടുവന്ന് തരാം. എന്നിട്ട് ആളുകളോട് ഞങ്ങൾ പറഞ്ഞോളാം അത് പന്നിമാംസമാണെന്ന്. ഞങ്ങൾ ആളുകളോട് പറയാം അത് പന്നിമാംസമാണ് തിന്നണമെന്ന് പറഞ്ഞോളാം. അങ്ങേക്ക് ഞങ്ങൾ പന്നിമാംസം അല്ല തരിക, അങ്ങേക്ക് അങ്ങ് പറയണ ഏത് മാംസം വേണമെങ്കിലും കൊണ്ടുവരാം. പന്നിമാംസം വേണ്ട, മട്ടൺ ആയിക്കോട്ടെ അല്ലെങ്കിൽ ബീഫ് ആയിക്കോട്ടെ, അങ്ങ് സാധാരണ കഴിക്കുന്ന എന്തെങ്കിലും മാംസം അത് കൊണ്ടുവന്ന് തരാം. അപ്പോൾ അങ്ങയുടെ ജീവൻ രക്ഷിക്കുകയും ചെയ്യാം, ആളുകളുടെ മുമ്പിൽ രാജാവിൻ്റെ കൽപ്പന അനുസരിച്ചു എന്ന് പറയുകയും ചെയ്യാം. ഞങ്ങളങ്ങനെ ചെയ്യട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ പടുവൃദ്ധനായ താടി ഇത്രയും നീട്ടിക്കിടക്കണ ഈ എലയാസർ ഈ താടീനെ ഇങ്ങനെ വലിച്ച് ചിന്തിച്ച് നോക്കി. എലയാസർ താടി ഇങ്ങനെ വലിച്ച് ആലോചിക്കുകയാണ്, ഈ ഒരു അഭിനയം, ഇതൊരു അഭിനയമല്ലേ? ചുമ്മാ ഇറച്ചി കഴിക്കുക, മട്ടൻ കഴിക്കുക അല്ലെങ്കിൽ ബീഫ് കഴിക്കുക, എന്നിട്ട് അവരോട് പറയാം അത് പന്നിമാംസം എന്ന് പറയാം, ഒരു അഭിനയം. അപ്പോൾ എലയാസർ ചിന്തിച്ച് നോക്കി, ഞാൻ ഈ അഭിനയത്തിന് നിൽക്കണോ? ഉടനെ എലയാസർ അവരോട് സുസ്മേരവദനായി പറഞ്ഞു, അല്ലയോ എൻ്റെ സഹോദരന്മാരെ, എൻ്റെ സ്നേഹിതരെ, ഈ ഭൂമിയിൽ ഒരു ക്ഷണനേരം കൊണ്ട് ജീവിക്കാൻ, എൻ്റെ സ്വർഗത്തിലുള്ള നിത്യമായ പ്രതിഫലം നഷ്ടപ്പെടുത്താൻ എൻ്റെ ഈ പ്രായത്തിന് ചേർന്നതല്ല ഈ അഭിനയം. നമ്മുടെ ഈ പ്രായത്തിൽ ഈ അഭിനയം ഒട്ടും ചേർന്നതല്ല. കാരണം ഞാനിത് തിന്നുമ്പം ഒരു ക്ഷണനേരത്തെ ജീവിതം കൊണ്ട് നീട്ടിക്കിട്ടാൻ വേണ്ടി ഞാൻ ഈ ദുർമാതൃക കൊടുക്കുമ്പം ഈ രാജ്യത്തുള്ള ഒരുപാട് ചെറുപ്പക്കാരും ആളുകളും ചിന്തിക്കും എലയാസർ പന്നി മാംസം തിന്നു എന്ന് ചിന്തിക്കാനിട വരും. അങ്ങനെ അവർ പാപത്തിലേക്ക് പോകും. അതുകൊണ്ട് അനേകം ആളുകൾ പാപത്തിലേക്ക് പോകുന്ന ഈ ദുർമാതൃക ഞാൻ ഇഷ്ടമല്ല. എന്നെ മരണത്തിന് നിങ്ങൾ വിധിച്ചോളൂ, ഞാൻ മരണം ഏറ്റെടുക്കാൻ തയ്യാറാണ്. കാരണം ഈ ലോകത്തിലെ ജീവിതമോ ഈ ലോകത്തിലെ മരണമോ ഈ ലോകത്തിലെ വിജയമോ ഈ ലോകത്തിലെ പരാജയമോ ഞാൻ കാര്യമായി കണക്കാക്കുന്നില്ല. എൻ്റെ നിത്യനായ ദൈവത്തിൻ്റെ സന്നിധിയിലുള്ള വിധി മാത്രമാണ് ഞാൻ കാര്യമായി കണക്കാക്കുന്നതെന്ന് പറഞ്ഞ് ഇതാ എലയാസർ തന്നെ മരണത്തിന് വിട്ടുകൊടുക്കുകയാണ്. അതാണ് മക്കബാരുടെ പുസ്തകത്തിൽ 2-ാമത്തെ പുസ്തകത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ 18 മുതൽ 31 വാക്യങ്ങളിൽ കാണുന്നത്. അത് 28-ാമത്തെ വാക്യം, തൽക്കാലത്തേക്ക് മനുഷ്യ ശിക്ഷയിൽ നിന്ന് എനിക്ക് ഒഴിവാകാമെങ്കിലും സർവശക്തൻ്റെ മുന്നിൽ ചെന്നുപെട്ടാൽ ഞാൻ എന്ത് മറുപടി പറയും? അതിനാൽ പൗരുഷത്തോടെ ഞാൻ എൻ്റെ ജീവൻ അർപ്പിക്കുകയാണ്. അതുവഴി ഞാൻ എൻ്റെ വാർദ്ധക്യത്തിന് യോഗ്യനെന്ന് തെളിയിക്കും. സംപൂജ്യവും പരിശുദ്ധവുമായ നിയമത്തിന് വേണ്ടി എങ്ങനെയാണ് സ്വമനസ ശ്രേഷ്ഠമരണം വരിക്കേണ്ടതെന്ന് ഞാൻ യുവാക്കൾക്ക് മാതൃകയായി കാണിച്ചു കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. ഈ ഒരു ആവേശം എനിക്ക് നിങ്ങൾക്കും വേണം. ഇവിടെ എങ്ങനെയെങ്കിലും ജീവിച്ചാൽ മതി എന്ന് ചിന്തിക്കരുത്. എങ്ങനെയെങ്കിലും ഓരോ ദിവസം കഴിഞ്ഞു കൂടിയാൽ മതി എന്ന് ചിന്തിക്കരുത്. എങ്ങനെയെങ്കിലും അഡ്മിഷൻ മേടിച്ചാൽ മതി എന്ന് ചിന്തിക്കരുത്. എങ്ങനെയെങ്കിലും ഈ കാര്യം നടത്തിയാൽ മതി എന്ന് ചിന്തിക്കരുത്. എങ്ങനെയെങ്കിലും വീട് വെച്ചാൽ മതി എന്ന് ചിന്തിക്കരുത്. കർത്താവായ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സംപൂജ്യവും ശ്രേഷ്ഠവുമായ ഈ വചനം അനുസരിച്ച് എങ്ങനെ വീട് വെക്കണമെന്ന് കാണിച്ചു കൊടുക്കണം. കർത്താവായ യേശു നമുക്ക് നൽകിയിരിക്കുന്ന സംപൂജ്യവും ശ്രേഷ്ഠവും നിത്യവുമായ ഈ വചനമനുസരിച്ച് എങ്ങനെ കുട്ടികൾക്ക് അഡ്മിഷൻ നേടണമെന്ന് കാണിച്ചു കൊടുക്കണം. എങ്ങനെ ഈ വചനമനുസരിച്ച് അനുദിനം ജീവിക്കാമെന്ന് ഇവിടെയുള്ള ആയിരങ്ങൾക്ക് 10,000-ങ്ങൾക്ക് മാതൃകയെ കാണിച്ചു കൊടുക്കാൻ തക്കവണ്ണമുള്ള ഒരു ആവേശം എൻ്റെ നിങ്ങളുടെ ഹൃദയത്തിൽ വേണം. ഇത് സ്വർഗത്തെക്കുറിച്ച് ഒരു പ്രത്യാശ ഉണ്ടെങ്കിലേ എനിക്ക് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഹല്ലേലൂയ. Lord Jesus.
ഒരിക്കൽ നിത്യവിധിയാളനായി വാനമേഘങ്ങളിൽ എഴുന്നള്ളി വരുവാനിരിക്കുന്ന നമ്മുടെ രക്ഷിതാവായ യേശു ഇതാ ദിവ്യകാരുണ്യ രൂപനായി നമ്മുടെ മുമ്പിൽ. 2 കരങ്ങൾ യേശുവിലേക്ക് ഉയർത്തുക. മകനെ, മകളെ, നിന്റെ ഹൃദയ വ്യതകൾ എന്തുമാകട്ടെ, കണ്ണുനീരോടുകൂടെ യേശുവിനെ നാമം വിളിക്കുക. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനം ഉരുകിയവരോട് രക്ഷിക്കുന്നു. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. ഉന്നതത്തിൻ്റെ അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. കുടുംബങ്ങളിലും സമൂഹങ്ങളിലും ഇപ്പോൾ അന്ധകാരങ്ങളും തകർച്ചകളും മാറി യേശുവിന്റെ നാമത്തിലുള്ള രക്ഷയുടെ അഭിഷേകം നിറയട്ടെ. പാപവും ലോകബന്ധനങ്ങൾ വിട്ടുമാറി നിത്യരക്ഷയുടെ അഭിഷേകം നിറയട്ടെ. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. ദൈവമേ, പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ കരുണയുടെ അനുഭവം നിറയട്ടെ. ഹാലലുയ്യ, ഹാലലുയ്യ. പിതാവിൻ്റെ രാജ്യത്തിൽ നിത്യമായി പ്രശോഭിക്കാനുള്ള ദാഹം കൊണ്ട് നിറയട്ടെ. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഹാലലുയ്യ, ഹാലലുയ്യ.